ഭഗവാൻ വേലെറിയുകയും ഈ വേല് ചെന്നുകൊണ്ട് അസുരൻ രണ്ടായിട്ട് പിളർന്ന് ഒരു ഭാഗം കോഴിയായും ഒരു ഭാഗം മയിലായിട്ടും മാറി. നമ്മുടെ മലേഷ്യ ഭാഗങ്ങളിലെല്ലാം വ്യാപിച്ചിടുന്നൊരു വെള്ളത്തിനടിയിൽ പോയി ലെമൂറിയ കണ്ടം. ഇപ്പം നമുക്ക് ഭഗവാന്റെ ഒരു ചെറിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വേല് പോയി തറച്ചത് ശ്രീലങ്കയിലെ മണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഡയറക്ഷൻ ഉണ്ട് നമുക്ക് ഈ കതിർഗാമിൽ പോകണമെന്നുള്ളത്. അത് എന്താണ് എന്ന് ഭഗവാന്റെ ഒരു ബൈബിളിലൊക്കെ നമ്മൾ ഈ ബാൽദേവനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ബാൽദേവൻ എന്ന് പല വിഗ്രഹങ്ങളും ഉടച്ചു കളഞ്ഞ് വിഗ്രഹാരാധനയെ ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ ഈ ബാൽദേവന്റെ വിഗ്രഹങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേല് കയ്യിൽ പിടിച്ചിരിക്കുന്ന വേൽദേവനെയാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഫ്ലാഗിന്റെ ചിഹ്നം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഷട്രികോണമാണ്. സുബ്രഹ്മണ്യൻ ഷട്രികോണം. യേശു ക്രിസ്തു എന്ന് പറയുന്നത് സിദ്ധ പാരമ്പര്യത്തിലൂടെയാണ്. കാരണം അങ്ങനെ യേശു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും കഷ്ടപ്പെടുന്നവരൊക്കെ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത് പുള്ളി ഈ സിദ്ധ വഴിയിലൂടെ സഞ്ചരിച്ച് അവരുടെ എല്ലാം ദോഷങ്ങൾ പുള്ളി തന്നെ എടുത്തു. യഥാർത്ഥത്തിൽ തമിഴ് സംസ്ഥാനം തന്നെയാണ്. തമിഴാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. തമിഴരുടെ മണ്ണാണ്. ഏകദേശം ഈ ജാഫ്ന, ശ്രീലങ്ക, രാമനാഥപുരം ഡിസ്ട്രിക്ട്, രാമേശ്വരം എല്ലാം ഒരുമിച്ച് കിടന്നത്. നമസ്കാരം. നമ്മൾ ഇടയ്ക്ക് ആ ഇൻ്റർവ്യൂവിലൊരു ഭാഗം സംസാരിച്ചു. അതായത് ഭഗവാൻ വേല് എറിഞ്ഞപ്പോൾ നേരെ വന്ന് പതിച്ചത് ശ്രീലങ്കയിലാണ്. അവിടെ ഇപ്പം അത് വേൽ പൂജ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്, അതാണ് അവിടുത്തെ പ്രതിഷ്ഠ. എന്താണ് അതിൻ്റെ ഒരു ചരിത്രം? യഥാർത്ഥത്തിൽ ശൂരസംഹാരം നടന്നത് തിരുച്ചെന്തൂരിൽ എന്നാണ് പറയുന്നത്. തിരുച്ചെന്തൂരിൽ ഈ ശൂരസംഹാരം നടക്കുന്ന തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ യഥാർത്ഥത്തിൽ അസുരൻ, ശൂരപത്മാസുരൻ കടലിൻ്റെ മധ്യത്തിൽ ചെന്ന് ചൂതവൃക്ഷമായിട്ട് മാറി. ചൂതവൃക്ഷമായിട്ട് മാറുന്ന സമയത്ത് പുള്ളി ചൂതവൃക്ഷം എന്ന് പറയുന്നത് ഒരു മാവ് വൃക്ഷം പോലത്തെ ഒരു വൃക്ഷം. അതെ, വൃക്ഷം. ഈ ചൂതവൃക്ഷമായിട്ട് മാറുന്ന സമയത്ത് ഭഗവാൻ വേലെറിയുകയും ഈ വേല് ചെന്നുകൊണ്ട് അസുരൻ രണ്ടായിട്ട് പിളർന്ന് ഒരു ഭാഗം കോഴിയായും ഒരു ഭാഗം മയിലായിട്ടും മാറി. ഈ ഇദ്ദേഹത്തിനെ ഒരിക്കലും മുരുകൻ എന്ന് പറയുന്ന തൻ്റെ ശത്രുവിനെ നിഗ്രഹിച്ചില്ല. ഈ വേൽ പിളർന്നുണ്ടായ കോഴിയും മയിലിനെയും, കോഴിയെ തൻ്റെ വാഹനമായും മയിലിനെ തൻ്റെ കൊടിയടയാളത്തിലും സ്വീകരിച്ചു. ഭഗവാൻ തൻ്റെ ശത്രുവിനെ പോലും മിത്രമായിട്ടാണ് കണ്ടെത്തി ചെയ്തത്. അപ്പോൾ ഈ വേല്, തറച്ച വേല് നേരെ ഇവിടെ അല്ല തറച്ചത്. യഥാർത്ഥത്തിൽ തമിഴ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന തമിഴ്നാടല്ല. അത് മധുര സാമ്രാജ്യം എന്ന് പറയുന്നത് ഈ ശ്രീലങ്ക ഇതെല്ലാം ഉൾപ്പെട്ടിരുന്ന ഈ കുമരിഖണ്ഡമാണ്. അത് പൂർണ്ണമായിട്ട് നോക്കുമ്പോൾ മഡഗാസ്കർ, ആഫ്രിക്കയിലെ മഡഗാസ്കറിലും ഓസ്ട്രേലിയയിലും ഈ നമ്മുടെ മലേഷ്യ ഭാഗങ്ങളിലെല്ലാം വ്യാപിച്ചിടുന്നൊരു സമൂഹമാണ്. അത് വെള്ളത്തിനടിയിൽ പോയി ലെമൂറിയ കണ്ടം, കുമരിഖണ്ഡം. അത് തിരിച്ചു വരണം. അതിൻ്റെ സംസ്കൃതികളെല്ലാം ഒരുപാട് വെള്ളത്തിനടി കിടപ്പുണ്ട്. തിരിച്ചു വരണം. അതിൽ തമിഴ്നാടിനെ പോലെ തന്നെ പ്രാധാന്യമാണ് നമുക്ക് ശ്രീലങ്ക. ഇപ്പൊ നമുക്ക് ഭഗവാന്റെ ഒരു ചെറിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വേല് പോയി തറച്ചത് ശ്രീലങ്കയിലെ മണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ ഈ നല്ലൂർ കന്തസ്വാമി ക്ഷേത്രത്തിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. അത് ജാഫ്നയ്ക്ക് അടുത്താണ്. മണ്ടൂർ ഒരു ഏകദേശം മധ്യ ശ്രീലങ്ക ഭാഗത്തോട്ട് വരും. ഭഗവാന്റെ ഒരു നിർദ്ദേശപ്രകാരം യഥാർത്ഥത്തിൽ വള്ളി, ഭഗവാൻ 2 ഭാര്യമാരാണ്. അതിൽ വള്ളി ദേവിയുടെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കതിർഗാമത്തിലാണ്. കതിർഗാം, ശ്രീലങ്കയിലെ കതിർഗാമയിൽ. അവിടെ തിരശീലയാണ്, വേറെ പ്രതിഷ്ഠയൊന്നുമില്ല. തിരശീല ഇട്ടിട്ടുണ്ട്. അതിന് പിന്നിൽ രഹസ്യം എന്നുള്ള രീതിയിലാണ് ആ തിരശീലയ്ക്കാണ് പൂജ. ഇന്ന് അവിടെ ബുദ്ധമത ക്ഷേത്രങ്ങൾ അതിന് പുറത്ത് ഒരു പള്ളി ഒക്കെ ആയിപ്പോയി. പണ്ട് കാലത്ത്, ആദ്യകാലത്ത് നിന്നിരുന്ന ആ മുരുക പൂജ ചെയ്തിരുന്ന ഒരുപാട് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡയറക്ഷൻ ഉണ്ട് നമുക്ക് ഈ കതിർഗാമിൽ പോകണമെന്നുള്ളത്. അത് എന്താണ് എന്ന് ഭഗവാന്റെ ഒരു വേറെ ഭക്തർ കതിർഗാമിൽ പോകാറുണ്ടോ? ശ്രീലങ്കയിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ കതിർഗാമത്തിൻ്റെ കാര്യം എനിക്കറിയില്ല. എനിക്കിത് എന്താണ് ഡയറക്ഷൻ തന്നേക്കുന്നു, കതിർഗാമിൽ പോവുക എന്നുള്ളതാണ്. കുറേ ദിവസം കൊണ്ട് ഞാനതിന് ശ്രമിക്കുകയാണ്. എങ്ങനെയെങ്കിലും കതിർഗാമിൽ പോയാൽ വിസയും കാര്യങ്ങളെല്ലാം വേണം. വേണം. ഞാൻ നാഗപട്ടണത്തിൽ നിന്ന് നമുക്ക് കപ്പൽ മാർഗം സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ 4.5 മണിക്കൂറോളം യാത്രയുണ്ട്. വിമാനത്തിലാണെങ്കിൽ കൊളംബോയിൽ ഇറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. കതിർഗാമിൽ പോവുക എന്നുള്ളൊരു കാര്യമാണ് ഭഗവാൻ ഇങ്ങനെ എപ്പോഴും ഇപ്പോൾ തോന്നുന്നത്. മനസ്സിലായി? അതെ, കതിർഗാം. ഞാൻ ആറുപട വീട്ടിൽ പോയാലും എവിടെ പോയാലും കതിർഗാമിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പലയിടത്തും നോക്കിയിട്ടും ഇങ്ങനൊരു ക്ഷേത്രമുണ്ട്. അത് എന്താണ് വള്ളിയുടെ ക്ഷേത്രമാണെന്ന് കേട്ടിട്ടുണ്ട്. ബുദ്ധ വികാരങ്ങളൊക്കെ അതിനടുത്തുണ്ട്. പക്ഷെ കതിർഗാമിലാണ് ഡയറക്ഷൻ. ഇത് എന്തുകൊണ്ടാണ് അവിടെ ഇത്തരം ഇതുണ്ടായിരുന്നിട്ട് ഈ ബുദ്ധന്മാർ അത് പ്രൊട്ടക്ട് ചെയ്തില്ലയോ? അതെങ്ങനെയാണ്? ബുദ്ധന്മാരൊരിക്കലും, ബുദ്ധനെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ബുദ്ധമതത്തിന്റെ തത്വങ്ങളൊക്കെ കുറെ ഹിന്ദുമതമായിട്ട് വ്യത്യാസങ്ങളുണ്ടല്ലോ. പക്ഷെ ഒരുപാട് മുരുകാരാധന ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിലൊന്നും എല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ നമ്മൾ ബൈബിളിലൊക്കെ നമ്മൾ ഈ ബാൽദേവനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ബാൽദേവൻ എന്ന് പല വിഗ്രഹങ്ങളും ഉടച്ചു കളഞ്ഞ് വിഗ്രഹാരാധനയെ ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞപ്പോൾ ഈ ബാൽദേവന്റെ വിഗ്രഹങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേല് കയ്യിൽ പിടിച്ചിരിക്കുന്ന വേൽദേവനെയാണ് കാണുന്നത്.
ഓ ഓ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഫ്ലാഗിന്റെ ചിഹ്നം നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഷട്രികോണമാണ്. സുബ്രഹ്മണ്യൻ ഷട്രികോണം. അതെ ഇസ്രായേൽ, അതെ അതെ, ഈ ഷട്രികോണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ത്രികോണം മേളിലോട്ടാകുമ്പോൾ നമ്മുടെ നമുക്ക് പുണ്യം മോക്ഷത്തിനെയും താഴോട്ട് നമ്മുടെ ഭൂമിയുടെ ജീവിതത്തിനെ കുറിച്ചാണ് ഇതിൽ കാണിക്കുന്നത്, ഈ ഷട്രികോണം പ്രധാനമായിട്ടും. ആ ത്രികോണം തന്നെയാണ് ഇസ്രായേലിന്റെ ഫ്ലാഗിലുള്ളത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഏകദേശം 30 വയസ്സ് വരെ കാണാനില്ല എന്ന് പറഞ്ഞു. അത് ഹിമാലയത്തിലായിരുന്നു അദ്ദേഹം തപസ് നേടിയെന്ന്. അതെ അതെ, നമ്മുടെ കരൂറാർ സിദ്ധന്റെ ശിഷ്യനായിരുന്നു എന്നൊക്കെ പല ഇതിലും തമിഴ് സിദ്ധ പാരമ്പര്യങ്ങളിൽ പറയുന്നു. കൂടുതലായിട്ടും യേശുക്രിസ്തു എന്ന് പറയുന്നത് സിദ്ധ പാരമ്പര്യത്തിലൂടെയാണ്. കാരണം നമ്മൾ ധ്യാനം ചെയ്ത സമയത്ത് നമ്മുടെ ചിന്മുദ്ര പിടിക്കുമ്പോൾ നമ്മുടെ ഈ ഉള്ളിലുണ്ടാകുന്ന ചൈതന്യം വീണ്ടും നമ്മളിൽ തന്നെയാണ് വരുന്നത്. അദ്ദേഹം തൊട്ട് സൗഖ്യമാക്കി ഒരുപാട് പേരെ യേശുക്രിസ്തു. നമ്മൾ വിരലിന്റെ തുമ്പിൽ കൂടെയാണ് ഈ എനർജി പാസ് ചെയ്യുന്നത്. അവരുടെ ഭൂർമധ്യത്തിൽ തൊടുമ്പോൾ അവരിലുള്ള ദോഷങ്ങൾ നമ്മൾ എടുക്കുകയാണ് ചെയ്തത് യേശുക്രിസ്തു. പല സിദ്ധ വഴിയിലും പറയുന്നുണ്ട്, മറ്റുള്ളവന്റെ കർമ്മദോഷം നമ്മൾ ഭസ്മം ഇട്ട് കൊടുക്കുമ്പോഴോ അവന്റെ കാലിൽ വീണ് തൊടുമ്പോഴോ എല്ലാം നമ്മൾ എടുക്കുകയാണ്. സിദ്ധ ശക്തി ഉള്ളവരാണെങ്കിൽ അവർ എടുക്കുകയാണ്. അങ്ങനെ യേശു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും കഷ്ടപ്പെടുന്നവരൊക്കെ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞത് പുള്ളി ഈ സിദ്ധ വഴിയിലൂടെ സഞ്ചരിച്ച് അവരുടെ എല്ലാം ദോഷങ്ങൾ പുള്ളി തന്നെ എടുത്തു. പുള്ളി അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തു. അതെ അതെ അതെ, അത് നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അല്ലേ. അതെ അതെ അതെ, ഈ വിധിയെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും വിധിയെ മാറ്റാനെന്ന് ആ വിധിയല്ലേ യേശു അന്ന് മാറ്റിയത്. അതിനാണ് ഈ ദോഷം കാരണം ഗുരുക്കന്മാർ പറഞ്ഞു, പലരും കരൂറാർ സിദ്ധനും അടങ്ങുന്നവർ പലരും പറഞ്ഞു, ഈ യേശു 7-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് അതിൽ കിടന്ന് അദ്ദേഹം ധ്യാനിക്കുന്ന സമയത്ത് ഗുരുവിനെ വിളിക്കുകയും ഗുരു ചെന്ന് അതിൽ നിന്ന് പുറത്ത് എടുത്ത് മാറ്റി ബലൂചിസ്ഥാൻ അടുത്തുള്ള ഭാഗത്തോട്ട് പുതിയ രൂപത്തിലോട്ട് പോയി എന്നൊക്കെ സിദ്ധ രീതിയിൽ പറയുന്നുണ്ട്. നമുക്ക് എത്രത്തോളം അതിന്റെ ഇതാണെന്ന് അറിയില്ല, നമ്മൾ കാണുന്ന രീതി അനുസരിച്ച് പറയുന്നതാണ്. ഇത് കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. ഭാരതത്തിൽ വന്നു അദ്ദേഹത്തിന്റെ ശവക്കല്ലറ, അതായത് അദ്ദേഹത്തിന്റെ സമാധി ഇവിടെ പിന്നെ ഭാരതത്തിലുണ്ടെന്നും കാശ്മീർ ഭാഗത്ത് താഴ്വരയിൽ എവിടെയാണ് എന്നും പറയുന്നുണ്ട്. ഒരു പുസ്തകം ഞാൻ വായിക്കാൻ ഇടയായി. പഴയ ചരിത്രം മുതൽ യേശു വന്നതും പോയതും ഒക്കെ പറയുന്നുണ്ട്. അപ്പം അന്നും പറയുന്നത് അവിടെ ബുദ്ധ ഭിക്ഷുക്കളോ ഏതോ സന്യാസിയുടെ അത് അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ കഴിവുകളെല്ലാം കിട്ടുന്നതെന്നൊക്കെ ആ പുസ്തകത്തിൽ ഞാൻ വായിച്ചായിരുന്നു. അപ്പം നമ്മളിത് പറഞ്ഞു വന്നത് ശ്രീലങ്കയായിരുന്നു. അപ്പം ഈ LTT അവിടെ രൂപം കൊള്ളുകയും ശ്രീലങ്കയിൽ പിന്നെ അവിടെ ജനിച്ച് വളർന്നവരുമായിട്ട് എന്നും അടി ഇതൊക്കെ ആയി. തമിഴ് സംസ്കാരം വരുത്താൻ വേണ്ടിയുള്ള ശ്രമമൊക്കെയാണ് ഇന്ന് നടന്നത്. അതിന് ഇതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ? യഥാർത്ഥത്തിൽ തമിഴ് സംസ്കാരം തന്നെയാണ്, തമിഴാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ ഈ ആര്യന്മാരുടെ ആഗമനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഈ നോർത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന സിംഹളർ എന്ന് പറയുന്നത്. കൂടുതലും തമിഴരുടെ മണ്ണാണ്. ഏകദേശം ഈ ജാഫ്ന, ശ്രീലങ്ക, രാമനാഥപുരം ഡിസ്ട്രിക്ട്, രാമേശ്വരം എല്ലാം ഒരുമിച്ച് കിടന്നാണ്. ഈ കുമരിക്കണ്ടം എന്ന് പറയുന്നത് ഒരുമിച്ച് കിടന്ന തമിഴ് സംസ്കാരം ചിന്നിച്ചെതറി പോയതുപോലെയാണ്. യഥാർത്ഥത്തിൽ തമിഴിനും അത്രയ്ക്ക് അവകാശമുള്ള സ്ഥലം തന്നെയാണ്. തമിഴ് മണ്ണ് തന്നെയാണ്. തമിഴ് ഈഴം എന്ന് പറയുന്നത് തമിഴന്റെ സിംഗളർ ചിലപ്പോൾ ഇവിടെ ഉള്ള ആളുകളല്ല, ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെ വന്നവരെന്നുള്ള രീതിയിലൊക്കെ എൻ്റെ ഒരു ഇത് പോയത്. ആര്യന്മാര് കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആൾക്കാരാണ് എന്ന് വേറെ രീതിയിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കറിയില്ല. കാരണം യഥാർത്ഥത്തിൽ തമിഴർക്ക് അവിടെ ഉള്ള സ്ഥാനം നഷ്ടപ്പെടുത്തി കളഞ്ഞു. തമിഴരെ ഭൂമിയിൽ നിന്ന് തന്നെ ഒരുപാട് ഒതുക്കി. ആദി ഭാഷ എന്ന് പറയുന്ന തമിഴ് സംസ്കാരം, മുരുകനാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടും തമിഴ് ഭാഷയ്ക്ക് വേണ്ടിയിട്ട്, തമിഴ് ഭാഷയുടെ വജ്ഞാതാവെന്ന് വേണമെങ്കിൽ പറയാം, അഗസ്ത്യമുനി വരെ. അഗസ്ത്യമുനിക്ക് തന്നെ ഈ ശ്രീരാമൻ ചന്ദ്രൻ തന്നെ വന്ന് നമുക്ക് സീതാ സമയത്ത് രാവണനെ വധിക്കുവാൻ സാധിച്ചില്ല. അത്രയ്ക്കും കഷ്ടപ്പെട്ട് വന്ന സമയത്താണ് അഗസ്ത്യന് മുനി വന്ന ശേഷം ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ച ശേഷമാണ് അദ്ദേഹത്തിന് രാവണനെ തന്നെ വധിക്കാൻ സാധിച്ചത്. രാവണൻ ശരിക്കും തമിഴ് വംശജനാണ്. തമിഴ് വംശജനാണ് അദ്ദേഹം. സിംഹളൻ എന്ന ശ്രീലങ്കയിലുള്ള രാവണക്കോട്ടയ്ക്ക് നിന്ന് കാണുന്ന തമിഴ് വംശജനാണ്. യഥാർത്ഥ ശിവഭക്തനായ രാവണൻ ഉത്തമനായ ഒരു തമിഴ് വംശജൻ തന്നെയായിരുന്നു. അതെ അതെ. ഓഹോ, ഇതില് നമ്മള് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് എനിക്ക് തോന്നിയതാണ് തമിഴ് വംശജൻ. അതാണ് സുവർണലങ്ക എന്ന് പറയുന്നത്. അത്രയ്ക്കും സമ്പത്ത് ഉണ്ടായിരുന്ന സ്ഥലമല്ലേ. കാരണം അപ്പൊ തമിഴിന്റെ ആ പാരമ്പര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം ആ പാരമ്പര്യത്തിൽ പെട്ട് വരുന്നത് തന്നെയാണ്. ഇനി അതേപോലൊരു യുഗം ഉണ്ടാവും. കാരണം മുരുക യുഗം എന്ന് പറയുന്നത് അതാണ്. നഷ്ടപ്പെട്ടു പോയ എല്ലാ രാജ്യങ്ങളും. രാവണന്റെ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. കാരണം രാവണൻ എന്ന് പറയുന്നത് കഥയിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് അവർ പറയുന്ന രീതി, നമ്മളത് എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ രാവണൻ തികഞ്ഞ ശിവഭക്തനാണ്. ശിവഭക്തൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം പുള്ളി ചെയ്തു. അതിൽ വേറൊരു കാര്യമുണ്ട്, സ്വന്തം സഹോദരിയെ ഉപദ്രവിച്ച ലക്ഷ്മണൻ ശൂർപ്പണയുടെ മൂക്കും ഇതൊക്കെ ചെയ്തു. ആ സമയത്തുണ്ടായ വികാരമെന്നും അവർ വാദിക്കുന്നു. നമുക്കിപ്പോൾ അതിലോട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മനസ്സിന്റെ ഒരു പ്രശ്നങ്ങളാണ് രാവണൻ എന്നുള്ള രീതിയിൽ ഞാനും കാണുന്നു. നമ്മൾ തന്നെയാണ് രാവണൻ. ഒരു മനുഷ്യന് 10 സഗുണവും ദുർഗുണവും കൂടി 10 എണ്ണം ഉണ്ട്. അതിലെ 4 എണ്ണം ഒരു മനുഷ്യന് ആവശ്യമില്ലാത്തതാണ്.
അതെ. ആ 4 എണ്ണം സുബ്രഹ്മണ്യ സ്വാമിക്ക് 6 തലയും ആവശ്യമില്ലാത്ത 4 തല അദ്ദേഹത്തിനില്ല. രാവണന് ആ 10 തലയുണ്ട്. അതിൽ 4 എണ്ണം വേണ്ടാത്തതാണ്. വേണ്ടാത്തായിരുന്നു. ഈ വേണ്ടാത്ത തലയും കൂടെ ചേർന്നപ്പോഴാണ് ഈ പ്രശ്നം അത്ര ഉണ്ടായത്. ശ്രീലങ്ക പോലുള്ള സ്ഥലത്ത് അങ്ങേക്ക് പോകാനും എന്തായാലും അടുത്ത ഭഗവാൻ തന്നെ വഴി തെളിച്ചു തരട്ടെ. നിങ്ങളെ ടീം എന്തായാലും നിങ്ങളൊരു ടീമായിട്ടായിരിക്കും. ഞങ്ങൾ ടീമായിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഓരോയിടത്തേക്ക് പോകാനായിട്ടുള്ള നിർദ്ദേശവും. തമിഴ്നാട് ഞങ്ങൾ മധുരയ്ക്കടുത്ത് രാമദേവസിദ്ധരുടെ ജീവസമാധി മലയിൽ പോയതും എല്ലാം ഞങ്ങളൊരു ടീമായിട്ടാണ്. നമ്മുടെ ആ ടീമിന്റെ ശക്തിയിലാണ് ഞങ്ങളുടെ ഇത്രയും മുന്നോട്ട് പോകുന്നത്. എത്ര പേരുണ്ട് നിങ്ങളെ ടീം? ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ 70 പേരോളം നമ്മുടെ സംഘടന ടീമുണ്ട്. ഇതിലൊരു ആക്റ്റീവായിട്ടുള്ള ഒഫീഷ്യൽ ആക്റ്റീവായിട്ട് ഞങ്ങൾക്ക് ഒരു 20 പേര് നമ്മുടെ എക്സിക്യൂട്ടീവിലുണ്ട്. അതെ, നമ്മൾ ഒരു നിർദ്ദേശം കൊടുത്താൽ തന്നെ അത് അതിന് മുമ്പ് അവർ ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിജയം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രിവാൻഡ്രത്തൊരു മുരുക ഭക്ത സംഗമമൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഇപ്പം കാവടിയിൽ മാത്രമാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ഒരു മുരുകഭക്ത സംഗമം എന്നുള്ളത് വളരെ ഒരു സ്വപ്നമാണ്. അത് നടത്തണം. അത് നടത്തുമ്പോൾ അതിലൊരിക്കലും സിദ്ധന്മാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, യഥാർത്ഥ മുരുക ഭക്തന്മാരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരെല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മളത് ആ ഒരു തലത്തിൽ തന്നെയാണ് ആ വേലിൻ്റെ മഹത്വവും ആ ഭഗവാന്റെ മഹത്വവും നമുക്ക് പറയേണ്ട രീതിയിൽ ഞങ്ങളൊരു മുരുകഭക്ത സംഗമം നടത്തും. എവിടെയാണ് വേദി? വേദി ഞങ്ങളുടെ നാട്ടിലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരം എന്നുള്ളതൊക്കെ നമുക്ക് ഒരു എല്ലാവർക്കും വന്ന് ചേരാൻ പറ്റിയ സ്ഥലവും കൂടെയാണ്. വരുത്തണം. അതിനെ നമുക്ക് എല്ലാ 18 സിദ്ധർ പീഠങ്ങളിൽ നിന്നും 18 സിദ്ധരുടെ ഇപ്പോഴത്തെ അവകാശികളെ കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു പ്രധാന ഇതുണ്ട് നമുക്ക്. ഇപ്പോഴത്തെ സ്ഥാനീയര് നമുക്ക് ഇപ്പൊ പഴനിയിലെ പുലിപ്പാണി സിദ്ധ മഹർഷി, ഗോരക്കർ സിദ്ധ പീഠത്തിൽ നിന്ന്, ഭോഗർ സിദ്ധ പീഠത്തിൽ നിന്ന് എല്ലായിടത്തും നമുക്ക് ആളെ കൊണ്ടുവരണം. അത് നമുക്കൊരു ഇവിടെയുള്ള ആളുകൾക്ക് അവരുടെ ഒരു അനുഗ്രഹം വേണം. കേരളീയർക്ക് എന്തായാലും അത് വേണം അല്ലേ? അതൊരു തീർച്ചയായിട്ടും എന്തായാലും അങ്ങയുടെ ഈ സ്വപ്നങ്ങളെല്ലാം സഫലമാകട്ടെ. നിങ്ങളെ ടീമിന് എല്ലാ ആശംസകളും. നന്ദി.